ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ആഗ്രയിൽ നിന്ന് നേരെ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആഗ്രയിൽ നിന്നൊരു 5-6 മണിക്കൂർ യാത്രയുണ്ട് ഡൽഹിയിലെത്താൻ. അപ്പോൾ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരു ഓട്ടോയിൽ റൂം എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റൂം എടുത്ത് ഒന്ന് കുളിച്ച് റെഡിയായിട്ട് വേണം ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ പോകാൻ. അപ്പം ഞങ്ങളിതാ റൂം എടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഇനി എങ്ങോട്ടും പോകാനുള്ള ഒരു ടൈമും ഇല്ല, നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. ഇനി ഒന്ന് ഫ്രഷ് ആകണം, അതിനുശേഷം ഒന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ പോകണം. എന്നിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. നല്ല യാത്രാ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് നല്ല രീതിയിൽ ഉറങ്ങണം. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ നടന്നാണ് റൂമിലോട്ട് എത്തിയത് കേട്ടോ. അപ്പം ഇത് പിറ്റേ ദിവസത്തെയാണ്. ശനിയാഴ്ച രാവിലെ ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും റെഡിയായിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് പോവാണ്. അപ്പം ഞങ്ങൾ തലേദിവസം ഫുഡ് കഴിക്കാൻ ഒരു കേരള ഹോട്ടലിലാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഞങ്ങൾ ചോറും ഒക്കെ കഴിച്ചായിരുന്നു. കുറേ ദിവസം കൂടിയാണ് ചോറൊക്കെ കഴിച്ചത്. ആ ഹോട്ടലിലേക്കാണ് ഇന്ന് രാവിലെയും ഞങ്ങൾ പോണത്. രാവിലെ അവിടെ ഇഡ്ഡലിയും പുട്ടും ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ അവർ തന്നെ ഒരു ടൂറിസ്റ്റിൽ ഈ വരുന്ന ആൾക്കാരെ കൊണ്ടുപോകണുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരാൾക്ക് 300 രൂപ വെച്ചാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ അവർ നമ്മളെ 10 സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കും. അപ്പോൾ രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് ആ വണ്ടി അവിടുന്ന് സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ നമ്മളവിടെ ബുക്ക് ചെയ്തത് കൊണ്ട് ഈ ആളാണ് നമ്മൾ ബുക്കിംഗ് ഓഫീസിലോട്ട് കൊണ്ടുപോയത് കേട്ടോ. അപ്പം മലയാളികളായതുകൊണ്ട് നമുക്ക് പറയാനും സംസാരിക്കാനും ഒക്കെ പറ്റി. കുറച്ച് പേരേ ഉള്ളൂ മലയാളികൾ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അയാളെ കൂടെ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോണ കൂട്ടത്തിൽ ആ വഴിയിലൊക്കെ കണ്ട കുറച്ച് ഫുഡും ഒക്കെയാണ്. എന്താണെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞങ്ങൾ വാങ്ങി കഴിച്ചതും ഇല്ല. അതൊന്നും നമുക്കത് അത്ര പിടിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളതൊന്നും കഴിക്കാനും നിന്നില്ല. പിന്നെ കുറച്ച് വെള്ളവും സ്നാക്സും ഒക്കെ വാങ്ങി കയ്യിൽ വെച്ചു വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി. അങ്ങനെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നതും. അവർ നമുക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷേ ഹിന്ദിയിലായതുകൊണ്ട് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ ഇക്കാക്ക് അറിയാവുന്നതുകൊണ്ട് ഇക്ക പറഞ്ഞു തന്നിട്ട് പിന്നെ മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തരും അത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ബിർള ടെമ്പിളിലാണ് പോയത്. ഞങ്ങൾ അകത്തൊന്നും കയറിയില്ല. ഞങ്ങൾ പുറത്തൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട്
അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയെന്ന് വെച്ചാൽ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റോഡിൻ്റെ സൈഡുകളിലെല്ലാം മരങ്ങളും ചെടികളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല തണലും നല്ലൊരു ഭംഗിയുമായിരുന്നു അതൊക്കെ കാണാൻ തന്നെ. അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ വാർത്തകളിലും പത്രത്തിലും പിന്നെ ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള രാഷ്ട്രപതി ഭവനിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ആ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, കാണാനും ഒക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിറയെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനകത്തോട്ടൊന്നും പോകാനൊന്നും സാധിക്കില്ല. ഓരോ കാഴ്ചകളും കാണുമ്പോഴും മനസ്സിൽ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചല്ലോ, ഇത്രയും സാധാരണക്കാരിയായ എനിക്ക് ഇത് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാഷാഅല്ലാ, ഇനി ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പടച്ചോൻ വിധി കൂട്ടട്ടെ. എന്നെപ്പോലെ എല്ലാവർക്കും ഇതുപോലെ നിങ്ങളും പോയി ഇടയ്ക്കൊക്കെ ഓരോ യാത്രകളും കാഴ്ചകളും ഒക്കെ കണ്ടുവരണം കേട്ടോ. അപ്പം ഞങ്ങൾ ആ വണ്ടി ഇറങ്ങുന്നിടത്ത് ധാരാളം കുരങ്ങന്മാരുണ്ടായിരുന്നു, കുട്ടി കുരങ്ങന്മാരും വലിയ കുരങ്ങുകളെല്ലാം. പക്ഷേ അതൊന്നും ചെയ്യില്ല കേട്ടോ, അതങ്ങനെ വിശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് അവിടുന്ന് നടന്നങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പാർക്ക് പോലുണ്ട്, ചെറിയൊരു പാർക്ക് പോലുണ്ട്. അവിടെ നിന്ന് നമുക്ക് ധാരാളം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം സാധിക്കും. പിന്നെ നമ്മുടെ കൂടെ വന്ന ഗൈഡുകൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ധാരാളം പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തോട്ടൊന്നും നമുക്ക് പോകാൻ സാധിക്കത്തില്ലെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് നല്ല പോലെ കാണാൻ പറ്റുമായിരുന്നു. അവിടെ ചെറിയ ചെറിയ കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു, നല്ല പൊള്ളുന്ന വെയിലാണ്. നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ഒരു പരുവമായെന്ന് പറയാൻ, എന്തുമാത്രം വെള്ളം വാങ്ങി കുടിച്ചെന്ന് തന്നെ ഞങ്ങൾക്ക് തന്നെ അറിയാൻ വയ്യ. അങ്ങനെ നമുക്ക് നമ്മളെ വണ്ടിയിൽ വന്ന ഗൈഡുകൾ നമുക്ക് അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കണ്ട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് കാണണം. അങ്ങനെ അവിടുത്തെ കച്ചവടക്കാരാണ് കേട്ടോ. മസാലപ്പൂരി അതും ഇതൊക്കെ ഉണ്ട്. പിന്നെ തണ്ണിമത്തങ്ങ കഷ്ണമാക്കി വെച്ചിട്ട് അങ്ങനെയുള്ള കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ സാധിക്കത്തില്ല, അവിടെ നമ്മുടെ സെക്യൂരിറ്റികളൊക്കെ നിൽക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും സാധിക്കത്തില്ല. അപ്പം ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം എല്ലാ സ്ഥലത്തും അരമണിക്കൂർ നമുക്ക് അവർ സ്പെൻഡ് ചെയ്യാൻ തരും. അപ്പം നമ്മൾ അവിടെ ആ ഒരു ടൈമിൽ നമ്മൾ കാണേണ്ട കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവർ പറയുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ വണ്ടിയിലെത്തിയിരിക്കണം, അല്ലെങ്കിൽ അവർ നമ്മൾ പാതി വഴിയിലിട്ടിട്ട് പോകും. അങ്ങനെയാണ്. എന്നാലും നമുക്ക് കുറച്ച് നേരം നമ്മൾ കാത്തു നിൽക്കും കേട്ടോ. അവരങ്ങനെ പറഞ്ഞിരുന്നാലും കാത്തു നിൽക്കും. എന്ത് ഇതായിട്ട് കാണാൻ സാധിച്ചെന്നറിയാം. ഇതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ, സാധാരണ വാർത്തകളിലാണ് കൂടുതലായും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്രയും അടുത്ത് വന്ന് കാണാൻ സാധിച്ചതിൽ അൽഹംദുലില്ലാ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് പിന്നെ അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.